Welcome to the biggest water fight in the world. Welcome to Songkran. കേട്ട് നോക്കുന്നുണ്ട് വേദുവിനെ. ആ കണ്ട വേദുവിനെ നോട്ട് ചെയ്തിട്ടുണ്ട്. Hi guys, good morning. Welcome to our new vlog. A very happy day from Bangkok ആണ്. ഞങ്ങള് ഇത്രയും വർഷം ബാങ്കോക്ക് വന്നിട്ട് ഇതുവരെ സോങ്ക്രാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോങ്ക്രാൻ എന്താണെന്ന് വെച്ചാൽ നത്തിങ് മോർ ദാൻ തായ് ന്യൂ ഇയർ. നമ്മുടെ വിഷു, മലയാളികൾക്ക് വിഷു ഇല്ലേ, പുതുവർഷം തുടങ്ങുന്ന പോലെ ഇവരുടെ ന്യൂ ഇയർ ആണ്. ഇവിടുത്തെ മെയിൻ സെലിബ്രേഷൻ പണ്ടത്തെ കാലത്ത് ബുദ്ധിസ്റ്റ് കൾച്ചറായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. പണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ജെന്റിൽ വാട്ടർ സ്പ്രിങ്ക്ലിംഗ്, അത് മാറി ഇന്നൊരു സിറ്റി, ഒരു വേൾഡിലെ ബിഗസ്റ്റ് ക്രേസിയസ്റ്റ് വാട്ടർ ഫൈറ്റ് പാർട്ടി പോലെയാണ് ഈ ഒരു 3 ദിവസം ഇവിടെ നടക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഹാപ്പി സോങ്ക്രാൻ. ആൻഡ് അതിനു വേണ്ടി പ്രിയ, ഡാഡി, മമ്മി, വേദു എല്ലാവരും ഉണ്ട്. മിക്കവർക്കും ഇവർക്കാർക്കും ഒരു ഐഡിയ ഇല്ല ഇതിൻ്റെ ഒരു സ്കെയിലും ഇതിൻ്റെ ഒരു സെറ്റപ്പും. സോ എല്ലാം കൊണ്ടും ഒരു നനഞ്ഞ് കുഴഞ്ഞ് സന്തോഷമായിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. വേദുവിന് ഇത് ഞാൻ ഡിക്കാത്ലോണിൽ വാങ്ങിയാണ്. സർഫിംഗ് ഡ്രസ്സൊക്കെയാണ്. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് നനഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങും. അമ്മയാണ് ഫുൾ സ്റ്റൈല്. മറ്റേ എന്തോ യുദ്ധത്തിന് പോകുന്ന പോലെ ഭയങ്കര കോസ്റ്റ്യൂമൊക്കെ ഇട്ടാണ് അമ്മ വരുന്നത്. എന്താ സംഭവം എന്ന് നമുക്ക് കാര്യമായിട്ട് അറിയില്ല. അവന് കുറച്ചൊന്നും അവിടെ ഇവിടെ ഒക്കെ ഒന്ന് നനയും. അതുകൊണ്ട് നല്ല ഡ്രസ്സ് ഇടാൻ, ഐ മീൻ അങ്ങനത്തെ ഡ്രൈ ഫിറ്റ് ഡ്രസ്സ് ഇടാൻ. ഗ്ലൗസ് ഒക്കെ ഉണ്ട്. ഡാഡി ടീഷർട്ടൊക്കെ ഇട്ടോണ്ട് ഇറങ്ങാൻ പോകുന്നത്. ഇറങ്ങുന്നുണ്ട്. ഓ ദേ ഹാപ്പി സോങ്ക്രാൻ ഡാഡി, മമ്മി. നമ്മുടെ വിഷു പോലെ ഒരു ഐശ്വര്യമുള്ള സംഭവം ഇത്. ഹാപ്പി വാട്ടറിനെ അല്ല, സോങ്ക്രാൻ. അല്ല, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡാഡി. ഇത് പമ്പൊന്നും വേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് അടിച്ചോളൂ. ആ ഇത് ചെറുതാ. ഇതേ ഒഴിക്കല്ലേ, റെഡി. സോങ്ക്രാൻ തുടങ്ങി. മമ്മിയുടെ പേത്ത് അടിക്കേ. എന്തിനാ എന്തിനാ എന്താ ഒഴിക്കാനാ? വെള്ളോ? ഓ, ചെടി കരിക്കാനാ? ഇവിടെ അതിനെ കാട്ടി കൂടുതലാ. അല്ല, 300. അത് ഏറ്റവും ചെറുത്. വലുത് 300 ഭാഗത്താ. ഇന്ന് നാട്ടീന്ന്. മറ്റേ ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ഹീറോനെ പോലെ. അമ്മേനൊന്ന് ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. ഓ നോക്കാം ആരെങ്കിലും ഇവിടെ ഉണ്ടോ. ഇവിടെ ഒന്നും ചിലപ്പോ ആരും ഒന്നും ചെയ്യില്ല. അപ്പൊ എന്താ ഇത്ര പേടി അവന്? ഇതൊക്കെ കൊറേയൊക്കെ അടച്ചിരിക്കുവാണ്. പക്ഷെ കുറച്ച് പിള്ളേരൊക്കെ ഇതുപോലെ നടക്കുന്നുണ്ട് കേട്ടോ, ഗണ്ണൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് വേദുവിനെ. ആ കണ്ട, വേദുവിനെ നോട്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേരൊക്കെ നിക്കുന്നുണ്ട് കേട്ടാ. ആരെപ്പ അടിക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല. വേദു ഞാൻ പറഞ്ഞല്ലോ, കെയർഫുൾ ആവാൻ. മേളിലൊക്കെ ഇരുന്നാണ് കേട്ടാ വെള്ളം അടിക്കുന്ന ആൾക്കാര്. ഇതിനു വേണ്ടി മാത്രമൊക്കെ ചിലപ്പോ ഇവര് വണ്ടി റെന്റിനൊക്കെ എടുക്കും. എന്നിട്ട് ഇതുപോലെ മേളിൽ ഇരുന്നിട്ട് അടിക്കും. ഒരാള് പ്രൊട്ടക്ഷന്റെ ഡസ്റ്റ്ബിന്റെ കവർ വെച്ചിരിക്കുന്നു. അതിനകത്ത് ഫുൾ ടപ്പുമാണ്, വെള്ളമാണ്. സഞ്ജു ടെക്കിനൊക്കെ ഇവിടെ കൊണ്ടുവരണം. വെള്ളം മറച്ച് വെള്ളം ഒഴുപ്പി മറ്റേ കടലാക്കി കളയ റോഡ്. വണ്ടി ഫൈറ്റ് ഇതേ കണ്ട, വണ്ടി ടു വണ്ടി, 2 എനിമി ഗ്യാങ്. അതെ, അവര് ബക്കറ്റ് കണക്കിനൊക്കെ ഒഴിക്കുന്നത്. ഇവിടെ ഫുള്ളായിട്ട് കേട്ടാ. ഞങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് ഓട്ടോയില്. ഒരിക്കലും പറക്കില്ല ഈ ഒരു സംഭവമൊക്കെ. ഇവിടെ വേദുവാണ് എല്ലാരും ഫൈറ്റ് ചെയ്തത് കേട്ടെ. അതെ, അടിയായി. വേദിന് വെള്ളം ഒഴിക്കാൻ സമ്മതിക്കുന്നില്ല. വേദ് വെള്ളം ഒഴിക്കാൻ റിവെഞ്ച്
ബാക്കിയുള്ളവരുടെ വെയിറ്റേക്ക ഏതാണെങ്കിൽ വെള്ളം ഒഴിക്കുന്നത് നിർത്തുന്നുമില്ല. അറ്റത്ത് കയറി ഇരിക്കുന്നുണ്ട് കേട്ടാ. ആ എവിടത്തൊക്കെയോ ബക്കറ്റ് കണക്കിന് വെള്ളം വരുന്നുണ്ടേ. ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്തോണ്ട് എനിക്ക് കുഴപ്പമില്ല, എന്റെ ബാക്കിലേ വീഴുള്ളൂ. മഴയത്ത് മഴ പെയ്ത പോലെ റോഡൊക്കെ കിടക്കുന്നത് ഫുൾ നനഞ്ഞ കിടക്കുന്ന. എല്ലാവരുടെയും കയ്യിൽ ടോയ് ഉണ്ട്. പക്ഷെ ഇതിന് കുറച്ച് മെയിൻ സ്ഥലങ്ങളുണ്ട്. അതിലൊരു മെയിൻ സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത്. അമ്മച്ചിയൊക്കെ ഷൂട്ടിങ്. എന്റെ വീട്ടിൽ ആരും ഒഴിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാനിവിടെ ഇരുന്ന് വലിയ ആളെപ്പോലെ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരുത്തർ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഒറ്റ ഒഴിക്കല് വെള്ളം കുപ്പിയില്. കുപ്പി അപ്പിയല്ല കുപ്പി. എല്ലാരും എന്നെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നേട്ടാ. ഇത് അബദ്ധമായി പോയി ഞാനിവിടെ ഇരുന്നത്. മമ്മിയാണ് സേഫ് സോൺ നടുക്ക്. പറഞ്ഞ പരിപാടി വണ്ടി എടുത്തിട്ട് ബാക്കിലിരുന്ന് വെള്ളം ഒഴിക്കുന്ന കേട്ടാ പരിപാടി. ഇവിടെ എവിടൊക്കെയോ വെള്ളം വീഴുന്നു. നടന്നാട്ടാ തുടങ്ങും. ഇപ്പൊ ഒരു നനവുണ്ട്. നടന്നാ തിരക്ക് നോക്ക് ഗൈസ്. ഇവിടെയാണ് സെൻട്രൽ വേൾഡ് എന്ന് പറഞ്ഞ മോളിന്റെ അടുത്താണ് മെയിൻ സംഭവം നടക്കുന്നത്. ആരൊക്കെയോ എവിടൊക്കെയോ ഒഴിക്കുന്നുണ്ട്. ആ നടന്നോ. അതാണ് ബ്ലെസ്സിങ്, മനസ്സിലായോ? ഇതുപോലെ അവര് ചന്ദനം ഇട്ട് വരും കണ്ട മുഖത്ത്. അത് ഷെയ്ക്കാൻ തന്നു. അത് അമ്പുട്ടിയുടെ മറ്റേ അമ്പലത്തിൽ പോകുമ്പോ ചന്ദനം ഇടില്ലേ, അതാ കുട്ടി ഇട്ട് തന്നതാ. കാരുടെ പ്രളയമാണ്. സെൻട്രൽ വേൾഡിന്റെ ഫ്രണ്ടിലാണ് വൺ ഓഫ് ദ ബെസ്റ്റ് സെലിബ്രേഷൻ. ബട്ട് ലുക്ക് അറ്റ് ദ ക്രൗഡ് ഹിയർ. ഞാൻ മേളിൽ കൂടെ പോകാനാണ് പ്ലാൻ. മേളിൽ പോകുമ്പോ തിരക്ക് ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ നടക്കുക. ഇവര് വാട്ടർ ഫൈറ്റിന്റെ ഇടയിൽ കയറി. മെക്ഡോണൽഡ്സ് ഒക്കെ വെളിയിൽ നിന്ന് കഴിച്ചാൽ ബർഗറൊക്കെ മറ്റേ വെള്ളമായി പോകും കേട്ടാ. ആ പയ്യനായിട്ട് ഭയങ്കര ഒരു വലിയ പയ്യനായിട്ട് ഭയങ്കര ഫൈറ്റിങ് കേട്ടാ. കേട്ടാ മതി മതി. മതി പയ്യപ്പോ. ഇവിടെ ഉണ്ടല്ലോ ഓരോ ബക്കറ്റിൽ ഇതുപോലെ ഐസ് ഇട്ട വെള്ളമാണ് അവർ വെച്ചിരിക്കുന്നത്. അവിടെ പോയി നമുക്ക് നിറയ്ക്കാൻ പറ്റും. അപ്പൊ വെള്ളം തീർന്നാലും ഒരു പ്രശ്നമില്ല. ഇങ്ങനെ എല്ലായിടത്തും പോയി വേഗം പോകുന്നുണ്ട് വെള്ളം നിറയ്ക്കാൻ പറ്റുമേ. സാധാരണ എല്ലായിടത്തും ഫ്രീ ആണല്ലോ. ഇവരിപ്പോ പൈസ ചോദിക്കുന്നത്. ഓ മൈ ഗോഡ്, അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് നോക്കാം. അവിടെ എനിക്കൊന്ന് വാട്ടർ മറ്റേ ഫയർ എഞ്ചിൻ വെച്ച് വെള്ളം ചീറ്റുവാൻ നോക്കും. വേണ്ട സ്റ്റേഷനുണ്ട് അവിടെ. ക്രൗഡ്. ഇവരെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് കൺ കളഞ്ഞിട്ട് പോകും. എനിക്കൊരാളെ തന്നിട്ട് പോയതാ. അതിനകത്ത് വെള്ളമില്ല. വാ, ഒരാള് കൺ തന്നിട്ട് പോയി. അമ്മി ഒരു കണ്ണൊക്കെ എടുത്ത് അങ്ങോട്ട് വെടിവെക്കാൻ തുടങ്ങും. അമ്മി ഒരു വൈബില്ലാതെ നിക്കല്ലേ. പ്രിയ കൺ പിടിക്കുക. കൺ പിടിച്ചാലേ അവര് ഗൺ ഫൈറ്റിലുള്ള ആളാന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്തോളൂ. വാ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വാ പ്രിയ വാട്ടർ ഫൈറ്റിന്റെ ഇടയിൽ കള്ളനെ പോലെ. നോക്കിയിട്ട് വേണ്ട. അടിയിൽ കൂടെ ഒക്കെ വഴിയൊക്കെ ബ്ലോക്കാണ്. ഡാഡിയൊക്കെ ആയിട്ട് പോകാൻ ഭയങ്കര റിസ്ക്കാ. ആ റിസ്ക് അല്ലല്ലേ റെഡി അല്ലേ. ഞങ്ങൾ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള എവിടെയെങ്കിലും, സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് കുറഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലും പോയി സെലിബ്രേറ്റ് ചെയ്ത്. ഇത് തുറന്നല്ലോ, അപ്പോൾ എനിക്കത് ഞാൻ പോകാൻ പറ്റുമായിരിക്കും. നിങ്ങൾ റിസ്ക് കുറഞ്ഞ സ്ഥലത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു ഐഡിയ. ഡാഡി ഞാൻ തിരക്കിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന ഡേഞ്ചറസാണ്. വേദുവിനെ എല്ലാവരെയും ഇത്രയും ക്രേസി ആയിട്ടുള്ള ഹോളിയൊക്കെ ഓക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഹോളിയുടെ ഒക്കെ കാട്ടി ലൈക്ക് അതിൻ്റെ ഒരു 100 ടൈം. ഇത് കാരണം ഫുൾ തായ്ലൻഡ് അല്ലേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 100 ടൈംസ് ആൾക്കാർ, അല്ലെങ്കിൽ 1000 ഇരട്ടി ആൾക്കാരാണ് ചെയ്യുന്നത്. അത് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അത് ഒരിക്കലും ഹോളിയിൽ ഇതുപോലത്തെ സ്ഥലത്തൊന്നും അവരങ്ങനെ കളർ വെള്ളമൊന്നും പൊതുവെ അറ്റ്ലീസ്റ്റ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊന്നും ഒഴിക്കില്ലല്ലോ. ഇവിടെ അതൊന്നും അല്ല. എല്ലായിടത്തും വെള്ളം. എവിടെ ഒഴിക്കാം, ആരൊക്കെ തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടാ. ഈ പയ്യനാ ഇരുന്ന് ആരും അറിയാതെ വെള്ളം ഒഴിക്കുന്നത്. സ്പൈഡർമാൻ വരെ വരുന്നു സോങ്റാൻ കളിക്കാനായിട്ട്. കയ്യിൽ വെബ് ഷൂട്ടറിന്റെ കയ്യിലാണ് വെള്ളം. അത് കൊള്ളാലോ. അടുത്താണ് ഏത് ശാശയുടെ ഡ്രസ് ഇട്ട് വരണേ സോങ്റാണിന്. ഓക്കെ, അപ്പക്ക് ഫ്രീ കിട്ടിയ കണ്ടില്ലേ, വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. ഓ ഭയങ്കര. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യണം. എനിമീസിനെ ഷൂട്ട് ചെയ്യണം. ഇവിടെ നിൽക്കുന്നുണ്ട് ഒന്നും അറിയാതെ. മമ്മി ഓടി.
ഇനി എനിമീസിനെ ഷൂട്ട് ചെയ്യാം. ഡേഞ്ചറസ് ഗ്യാങ് ആണ്, എല്ലാരും നിൽക്കുന്നുണ്ട്. ഒരാള് ഷൂട്ട് ചെയ്ത എല്ലാരും കൂടെ ഷൂട്ട് ചെയ്യും കേട്ടാ. എന്ത് ചെയ്യും നമ്മൾ രണ്ടുപേരും, അവർ 6 പേരുവാ. അതേ പോകുന്നുണ്ട് ബാക്കില്. ഇപ്പൊ കിട്ടും. വേദ് ഫസ്റ്റ് പോ, എന്നിട്ട് വേദിനെ ഷൂട്ട് ചെയ്ത് അപ്പൊ ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. ഇത് നമ്മളെ ഷൂട്ട് ചെയ്യില്ല, ഇന്ത്യൻ തായ്ലൻഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. ബാ പക്ഷെ ഇവിടുത്തെ മെയിൻ എന്തൊരു പോസ് ഇവരുടെ പരിപാടി എന്താണെന്ന് അറിയോ? അടിച്ചിട്ട് ആരും ഒന്നും അറിയാത്ത പോലെ പോവും. അതാണ് ഇവരുടെ മെയിൻ പരിപാടി. ആരൊക്കെയാണ് ഷൂട്ട് ചെയ്തതെന്ന് നോക്കട്ടെ. നമ്മള് ഇത്രയും ഫണ്ണായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ എന്തൊരു പാർട്ടി. ഫുൾ സിറ്റി ഈസ് എ പാർട്ടി. ഫുൾ സിറ്റി നമ്മുടെ കൈൻഡ് ഓഫ് പാർട്ടി. നോ ആൽക്കഹോൾ, നോ ഡ്രഗ്സ്, ജസ്റ്റ് ഫൺ ആൻഡ് ടുഗെദർനെസ്. ഭാഷ, റിലീജിയൻ, കൺട്രീസ് ഒന്നും ഒരു വിഷയമല്ല. എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യുക. അടിപൊളി ഫെസ്റ്റിവൽ. അമ്പാടാ ചെയ്തു. ബാക്കിയുള്ളവർ കുറെ പേരുണ്ടാ. മമ്മയും ഡാഡിയും അമ്മയും ഗണ്ണൊന്നും പിടിക്കുന്നില്ല. ആ നമ്മളാണ് ഫുൾ സ്ട്രഗിളിങ് ഇവിടെ. വെള്ളം പോകുന്നു ഫുൾ. കുറച്ച് അമ്മയും കൂടെ ഉള്ളു. കണ്ടോ നോക്കിക്ക് മോളിന്റെ എങ്ങനെയോ ഞങ്ങൾ ഇവിടെ എത്തിപ്പറ്റി. ഡാഡിക്ക് എന്തായാലും ഇതൊക്കെ എൻജോയ് ചെയ്യണമെന്ന് സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട് എല്ലാരും. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പാർട്ടി ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഫ്രണ്ടിലാണ് ഫുൾ മ്യൂസിക്. റിയൽ പോലീസുകാർ ഇത് കളിക്കുന്നുണ്ട് കേട്ടാ. ആ പിന്നെ തിരക്ക് നോക്ക്. അവരുടെ ഫ്രസ്ട്രേഷൻ കംപ്ലീറ്റ് തീർക്കാൻ കണ്ണേ ആവശ്യം കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകും കേട്ടോ. യൂസ് ആൻഡ് ത്രോ ആണ്. പക്ഷെ എന്തോരം വേസ്റ്റ് വരും അങ്ങനെ. ചിലപ്പോൾ റീസൈക്കിൾ ചെയ്യായിരിക്കും. ഇവിടെ എല്ലാരും വെടിവെപ്പാടെ വെടിവെപ്പ് നോക്ക്. ഇയാള് നിർത്തുന്നില്ല കണ്ടാ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് ഫൈറ്റ്. 3-in-1 ആയ 3-in-1 ഫൈറ്റ് ആയ. ഏത് മറ്റേ റാംപേജ് മോഡ്. യശ് മറ്റേ ക്ലൈമാക്സിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ. നോക്ക്. Don't give up! Don't give up! ഇത് നടക്കുന്ന നോക്ക്. ബസ്സൊക്കെ വെച്ച് അവന് പോ. വേദു എല്ലാരെയും ഇന്ന് തീർത്തട്ടെ കാര്യമുള്ളൂ. അടിപൊളിയാണ്. ഒരു അലമ്പുമില്ല. എത്ര ലക്ഷം ആൾക്കാരാ. ഡീസന്റ് ആണ്. നമ്മള് വെള്ളത്തിൽ തന്നെ അവർ നമ്മളെ വെറുപ്പിക്കുന്നില്ല. ഭയങ്കര എൻജോയബിൾ. ഞങ്ങൾ നേരെ സെൻട്രൽ മോളിൽ അതൊരു വെളിയിലത്തെ പാർട്ടിയുടെ കുറച്ച് ഷോർട്സ് ഞാൻ കാണിച്ചു തരാം. എന്ത് വൈബാ നോക്ക്. ഇയാളാണ് ഏറ്റവും എൻജോയ് ചെയ്തത്. വേഗം ഡ്രസ്സ് മാറാം. വേഗം അവന്റെ ഡ്രസ്സ് ഒന്ന് മാറ്റിക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് എടുക്കാം. ഇറ്റ്സ് ലൈഫിലും മസ്റ്റ് ആയിട്ടുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസിങ് സോങ്ക്രാൻ. അത് ഇതുപോലെ തിരക്കുള്ള കുറച്ച് പാർട്ടീസ് ഉണ്ട്. അതൊന്നും വേണ്ട. ഒരു മെയിൻ ഏരിയയിൽ ഹോട്ടലിൽ വെളിയിൽ പോയാൽ തന്നെ അവിടെ ഒരു ചെറിയ ഗ്രൂപ്പ് കാണും. അവരുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്യാം. അടിപൊളി സംഭവമാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഒരു അടിപൊളി സോങ്ക്രാൻ സെലിബ്രേഷൻ കാണിച്ച് കഴിഞ്ഞ് കുറെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫുൾ ഇവിടെ എൻജോയ്മെന്റ് ആയിരുന്നു. ഞങ്ങൾ നല്ല വിശപ്പുണ്ട്. ഇവിടെ അടുത്ത് നമ്മുടെ ഫേവറേറ്റ് ചീസ് കേക്ക് ഫാക്ടറി ഉണ്ട്. അവിടുത്തെ നാച്ചോസും ചീസ് കേക്കും. ഇന്ന് എന്തെങ്കിലും പുതിയ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ ട്രൈ ചെയ്യണം. വൈബ്. ഇത് നോക്ക്. എൻ്റെ ഇടയ്ക്ക് ഡോഗ് രണ്ടെണ്ണം. ഒരാൾ ലയന്റെ മാസ്ക് വെച്ചിരിക്കുന്നു, ഒരാൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇതുപോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? സോങ്ക്രാൻ പോലത്തെ തിരക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ ഹോളി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ഥലത്തല്ലേ ഉള്ളൂ. ഇപ്പൊ കേരളത്തിലൊന്നും അത്ര ഇല്ലല്ലോ. ബംഗാളിൽ ഇതെന്ന് പറഞ്ഞാൽ ഫുൾ തായ്ലൻഡ് ഇങ്ങനെയാണ് അടി. പക്ഷെ അവിടെ പൗഡർ വാരി ഇരിക്കുന്നുണ്ട്. പൗഡർ അത് കേടാ. ഇത് പിന്നെ കുഴപ്പമില്ല. വെള്ളമില്ല. അത് പ്രശ്നമാണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയോ? പ്രശ്നമല്ല, ഐസ് വെള്ളം ഒഴിക്കും അവര് ചിലപ്പോ. ഞാൻ അവിടെ നമ്മുടെ ഹോട്ടലിൽ അവിടെ ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോഴേ ഒരാൾ എന്റെ മുമ്പിൽ ഒരു കുപ്പി ഐസ് വെള്ളം കൊണ്ട് വന്നേ.
അപ്പൊ ഞാൻ ചള്ളിയിൽ കുപ്പിയല്ലേ എന്നിട്ട് അതിന്റെ അടുത്തിട്ട് മേത്ത് ഇങ്ങനെ ഇവിടെ സോറി. പക്ഷെ അവരെ നമ്മൾ ഇഷ്ടമായില്ല എന്നെല്ലാം തോന്നിയാ അവര് സോറി പറയും കേട്ടാ. ഇയാൾ ഒഴിച്ചോണ്ട് സോറി. അല്ല ഇയാള് ഫണ്ടിനാ ഞാൻ പറയാ. അല്ലാതെ ആൾക്കാര് ഇത് ആ കുട്ടീനെ നോക്ക്, എനർജി നോക്ക് അവിടെ നിൽക്കുന്ന കുട്ടി. എല്ലാരും വാറിന് പോയിട്ടാണോ? ആ ഞങ്ങൾ ബാങ്കോക്ക് വന്നു കഴിഞ്ഞാൽ എത്ര തരം ഒരു ദിവസം ഉണ്ടെങ്കിലും ഞങ്ങൾ വന്ന് കഴിക്കുന്ന ഒരു ഡിഷാണ്. ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ ഈ ഡിഷ് തീരുവുള്ളൂ. ഇത് ലൈക്ക് ചിക്കൻ നാച്ചോസ് വിത്ത് അവക്കാഡോ സൽസ ആൻഡ് സാർ ക്രീം. സോ ഒരു അടിപൊളി ഡിഷാണ്. ഇറ്റ്സ് വെരി ടേസ്റ്റി. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം. ഇത്രയും നല്ല നാച്ചോസ് അതുകൊണ്ടോ ഇത്രയും ക്വാളിറ്റിയിലുള്ളത് എവിടെ കിട്ടുന്നു? സോ ഗുഡ് അല്ലേ? ഇപ്പോഴത്തെ പ്രശ്നം ഒരു സാധനം ഓർഡർ ചെയ്താൽ ആൾക്കാരെ വയറ് പൊട്ടിക്കുന്ന വരെ കൊണ്ടുവരും. പിന്നെ എങ്ങനെ വേറെ സാധനങ്ങൾ ഓർഡർ ചെയ്യും? ഇനിയിപ്പോൾ വരുന്നതും കാണാൻ തീരുന്നതും കാണാൻ കേട്ടോ. എല്ലാവരും സ്വീറ്റ് പൊട്ടാറ്റോ ഫാൻസാ. നല്ലല്ലേ അടി? അതെ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. നിങ്ങളെ അയ്യോ എന്ന് പറഞ്ഞ ഒരു അരമണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കും. കാണണോ? പുലിയുടെയാ? പുലിയല്ല, സിംഹം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വേണമെങ്കിൽ കാണിക്കാം. ഞാനും വേദും കണ്ടു. ആ വേദു കണ്ടില്ലേ നമ്മള് ഒരു ലയണിനെ മോളിന്റെ അകത്ത്? റിയൽ. ഞാൻ ഫോട്ടോ ഇടാം, നോക്ക്. ഫോട്ടോ കണ്ടു നോക്ക്. അങ്ങനെ എല്ലാവരുടെയും വെയിറ്റ് കൂട്ടാൻ വേണ്ടി ഒരു ചോക്ലേറ്റ് ചീസ് കേക്ക് വിത്ത് ക്രീം, ഹയസ്റ്റ് സെല്ലിംഗ് ചീസ് കേക്ക് ഇൻ ചീസ് കേക്ക് ഫാക്ടറിയാണ്. ഇത് ഗൊദീവയാണ്. പ്യോർ ചോക്ലേറ്റ്. ഇതിൽ വേറെ കേക്കോ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഐറ്റമോ ഒന്നുമില്ല. ബെസ്റ്റ് സെല്ലിംഗ് ആൻഡ് മൈ ആബ്സല്യൂട്ട് ഫേവറേറ്റ്. ഡാഡി കഴിക്കില്ല അല്ലേ? ഞാൻ ഇത് വേണം കഴിച്ചോളാം. ഡാഡി ചോക്ലേറ്റ് എടുത്തോണ്ട് വന്ന് ആർക്കും വേണ്ടെന്ന്. വേണമെങ്കിൽ നിർബന്ധിച്ചാൽ ഞാൻ കഴിച്ചോളാം എന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കഴിച്ചോളാം. എന്തായി മമ്മി? ഓ ഓ കണ്ടാ, മമ്മി വേണമെങ്കിൽ ഉണ്ടാക്കുന്നത് വീട്ടില്. ആ കണ്ടാ. അടുത്ത വ്ളോഗ് നാട്ടിലെത്തിയിട്ട് മമ്മി ചീസ് കേക്ക് ഫാക്ടറിയിലെ ഗൊദീവ ചോക്ലേറ്റ് ചീസ് കേക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. ആയിരിക്കുമോ? എനിക്ക് നന്നായിട്ടുള്ളൊരു മൈക്രോ ഓവൻ അതുകൊണ്ടാണ് ഇതുവരെ ഉണ്ടാക്കാതിരുന്നത്. അപ്പി എങ്ങനെയുണ്ട് സംഭവം? ചോക്ലേറ്റ് ബ്ലിസ് അല്ലേ സംഭവം? ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ എനിക്ക് 200. അപ്പൊ കഴിക്കുന്നത് നിർത്തിക്കോ? അതും പറ്റില്ല. ഡാഡി ഒരു സ്പൂൺ എടുത്ത് കഴിക്കുക. നിർത്താൻ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. അത് നടക്കില്ല. നമ്മൾ അത് വേണം ഇത് വേണം ഒന്നും പറയുന്നില്ല. കാണിക്കരുത്. കാണിച്ചാലേ പ്രശ്നമുള്ളൂ. ഇങ്ങനെ എടുക്കുക, ഒരു സ്ലൈസ് എടുക്കുക, കുറച്ച് ക്രീം ടു ബാലൻസ് ഔട്ട് ദാറ്റ് സ്വീറ്റ്നെസ്. എന്ത് ക്രീമാണ്? നമുക്ക് ലൈഫിൽ ഒരു തവണ കഴിക്കാൻ പറ്റിയുണ്ടല്ലോ ഭാഗ്യമാണ്. അത്രയും ഡെലിഷ്യസ് ആണ്. ചോക്ലേറ്റ് ലവറിൻ്റെ ആബ്സല്യൂട്ട് ഡ്രീമാണ്. എൻ്റെ ഫേവറേറ്റ് 2 ചോക്ലേറ്റ് ഡിഷ് ഇൻ വേൾഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്പർ 1 DBC കോർണർ ഹൗസ്, നമ്പർ 2 ഗുദീവ ചീസ് കേക്ക് ഇവിടുത്തെ, നമ്പർ 3 ഏതാ അറിയോ? 2 ഒന്ന് ലിൻഡിൻ്റെ ഹോട്ട് ചോക്ലേറ്റ്, അല്ലെങ്കിൽ 7-Eleven ചോക്കോ ലാവ. അത് അടിപൊളി സംഭവം. ഞങ്ങൾ കഴിച്ച ഐറ്റംസ് എല്ലാം കൂടെ ഏകദേശം ഒരു നാട്ടിലത്തെ ഒരു 6000 രൂപയായ. സോ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. കാരണം നമ്മളങ്ങനെ ഒരുപാടൊന്നും കഴിച്ചില്ല. പക്ഷെ ആ ക്വാളിറ്റിയും ഒരു എക്സ്പീരിയൻസും ടേസ്റ്റിനൊക്കെ സൂപ്പറാണ്. ഇവർ ഇൻക്ലൂഡിങ് ടിപ്പാണ്. അപ്പോൾ നമ്മൾ എത്രയാ ഏകദേശം 600 രൂപ ടിപ്പ് തന്നെ വരും. എല്ലാം ഉൾപ്പെടെയാണ് ഇത് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് വെസ്റ്റേൺ ഫുഡ് ഇഷ്ടമാണെങ്കിൽ ഒരു തവണ വന്ന് ചീസ് കേക്ക് ഫാക്ടറി ട്രൈ ചെയ്യുക. ഇനി അത് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെ വന്ന് ഇവരുടെ ചീസ് കേക്ക്, എസ്പെഷ്യലി ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ ഗൊദീവ ചീസ് കേക്ക് ട്രൈ ചെയ്യുക. പോകുമ്പോൾ ചീസ് കേക്കും എല്ലാം കൂടെ കഴിച്ച് തിരിച്ചു പോകുമ്പോൾ നനഞ്ഞ് കുളിച്ച് റെഡി ആയിക്കുക. ഇനിയാണ് ഫുൾ വെള്ളം ചീറ്റാൻ പോകുന്നത്. എല്ലാരും പോയിട്ടുണ്ട്. ആ വെളിയിൽ ഇറങ്ങുന്നപ്പാ. ഇനി തുടങ്ങും അങ്ങോട്ട്. ഇനി എല്ലാരും ഫിറ്റും കൂടെ ആയിരിക്കും. തിരിച്ചു പോവാണ്. എല്ലാരും സോങ്ക്രാനും ആസ്വദിച്ച് ഡിസ്കോ ലൈറ്റും ഇട്ട് എവിടെ ഗൈസ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയില്ല. സോങ്ക്രാൻ നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു തവണ ആഘോഷിക്കാൻ പറ്റിയാൽ ആഘോഷത്തിൽ കൂടുക. നമ്മൾ എന്താ പറയുന്നത്, അങ്ങനെ സ്റ്റബേണോ സ്റ്റേണോ ആവരുത്. വെള്ളം ഒഴിക്കും, നമ്മൾ ചിലപ്പോൾ ഡ്രസ്ഡ്, ഐ മീൻ നമ്മളിതിൽ
പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് തന്നെ വരിക. അല്ലാതെ നമ്മൾ അവരെതിരെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇറിറ്റേറ്റഡ് ആയി അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിലേ വരാൻ കൊള്ളില്ല. നിങ്ങൾ ആ സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു തവണ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവുന്ന സാധനമാണ്. കാരണം ഒരുവിധം നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന സ്ഥലമാണ് തായ്ലൻഡ്. അവിടെ ഇത് എക്സ്പീരിയൻസും കൂടെ പറ്റിക്കഴിഞ്ഞാൽ ഒരു കിഡിലൻ കൾച്ചറൽ എക്സ്പീരിയൻസ് ആണ്. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. നാളെ ഒരു ചെറിയ ഒരു ഫാമിലി വ്ളോഗും കൂടി ആയിട്ട് നമ്മൾ തായ്ലൻഡിൽ നിന്ന് വരുന്നതായിരിക്കും. ലാസ്റ്റ് ഡേ ഇൻ തായ്ലൻഡ് ആണെന്ന് തോന്നുന്നു മോസ്റ്റ്ലി. സോ എന്തായാലും ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദിസ് സോങ്ക്രാൻ വ്ളോഗ്. നമുക്ക് അടുത്തൊരു നല്ല വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.